ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്ന എക്സാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു മെയ് 6-ാം തീയതി അല്ലേ. ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് വീഡിയോസ് എന്ന് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 1857 കലാപം, നേതാക്കളും കലാപസ്ഥലങ്ങളാണ് തന്നിരിക്കുന്നത്. ഝാൻസി റാണി ലക്ഷ്മിബായി, ശരിയാണ് അല്ലേ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂർ നാനാ സാഹിബ്, കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. നാനാ സാഹിബും പിന്നെ താന്തിയ തോപ്പിയുണ്ട് കാൺപൂരിൽ. ഡൽഹിയിലെ ഭക്ത്ഖാൻ, ഡൽഹിയിൽ ജനറൽ ഭക്ത്ഖാൻ എന്ന് പറയുന്നതും ശരിയാണ്. ഡൽഹിയിൽ വേറെ ആരാണുള്ളത്? ബഹദൂർ ഷാ രണ്ടാമനുണ്ട് അല്ലേ. ബഹദൂർ ഷാ രണ്ടാമനാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തവർ. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, എല്ലാ ജോഡികളും ശരിയാണ്. ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഡൽഹി ജനറൽ ഭക്ത്ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം, റൗളത്ത് നിയമവിരുദ്ധ സമരം, ചമ്പാരൻ സമരം. അഹമ്മദാബാദ് മിൽ സമരം 1918, റൗളത്ത് നിയമവിരുദ്ധ സമരം 1919, ചമ്പാരൻ സമരം 1917. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ, 3 വരും. പിന്നെ 3, 1, 2 ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അഹമ്മദാബാദ് മിൽ സമരം 1918, റൗളത്ത് നിയമവിരുദ്ധ സമരം 1919, ചമ്പാരൻ സമരം 1917. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. സ്ഥിര അംഗങ്ങളും ഉണ്ടായിരിക്കും, താൽക്കാലിക അംഗങ്ങളും ഉണ്ടായിരിക്കും സുരക്ഷാ സമിതിയിൽ, ശരിയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്, അത് തെറ്റാണ്. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം അല്ലേ, അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ട് വന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. 1ഉം 3ഉം ശരിയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? പാരീസിലാണ് അല്ലേ. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്. അപ്പം സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര, നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ശരിയാണ്. രംഗഭൂമി രവീന്ദ്രനാഥ ടാഗോർ, തെറ്റാണ് അല്ലേ. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ശരിയാണ്. അപ്പോൾ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? 1ഉം 3ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. രംഗഭൂമി ആരുടേതാണ്? പ്രേംചന്ദിൻ്റെതാണ്, പ്രേംചന്ദിൻ്റെതാണ്. ഇത് SCRTയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. SCRTയിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നില്ല, ആ ടേബിളിൽ കറക്റ്റായിട്ട് ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളതെന്നും കൃതികളും ഉണ്ടായിരുന്നു, അതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറാത്തിയിൽ വിഷ്ണു അല്ലേ ചിപ്ലങ്കറിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ, അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ശരിയാണ്. രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആരാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? രാജ്കുമാർ ഗോയലാണ്, ശരിയാണ്. പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്, ശരിയാണോ? തെറ്റാണ് അല്ലേ. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1ഉം 2ഉം ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്? പ്രസിഡൻ്റ് ആണ്, രാഷ്ട്രപതിയാണ്.
പക്ഷെ അതിലെ അംഗങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കും ലൈബ്രറിയിൽ. അപ്പോൾ അതിലാരൊക്കെയാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ചെയർമാനായ സമിതിയിൽ ലോകസഭ അല്ലെങ്കിൽ നിയമസഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാം, ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമിതി ഉണ്ടല്ലോ, ഈ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് നിയമിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആ ഒരു സമിതിയിലുള്ള ഒരു അംഗമാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഈഴവം മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ. ഈഴവം മെമ്മോറിയൽ 1896, നിവർത്തന പ്രക്ഷോഭം 1932, മലയാളി മെമ്മോറിയൽ 1891. അപ്പോൾ 3, 1, 2 അല്ലേ? 3, 1, 2 ഏതാ വരുന്നത്? 3, 1, 2 ഓപ്ഷൻ എ ആണ് അല്ലേ? 3, 1, 2. ഓക്കെ, ഈഴവ മെമ്മോറിയൽ 1896, നിവർത്തന പ്രക്ഷോഭം 1932, മലയാളി മെമ്മോറിയൽ 1891. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? പകൽ സമയമാണെന്നുണ്ടെങ്കിൽ കടലിൽ നിന്നും കരയിലേക്കാണ് വീശുന്നത് എങ്കിൽ എന്താണ്? കടൽക്കാറ്റാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, കടൽക്കാറ്റ്. അപ്പോൾ കരക്കാറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കരക്കാറ്റ് എന്ന് വെച്ചാൽ രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ഇനി പർവ്വതക്കാറ്റ്. പർവ്വതക്കാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പർവ്വതക്കാറ്റ് ഏത് സമയത്താണ്? പർവ്വതക്കാറ്റ് രാത്രിയിൽ പർവ്വതനിരകളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്നത്. പർവ്വതക്കാറ്റ് രാത്രിയിലാണ് പർവ്വതനിരയിൽ നിന്നും എവിടേക്ക് വീശുന്നത്? താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. താഴ്വരക്കാറ്റ് എന്ന് വെച്ചാൽ താഴ്വരയിൽ നിന്നും പർവ്വതങ്ങളിലേക്ക് വീശുന്ന കാറ്റാണ് പകൽ സമയത്തായിരിക്കും. ഓക്കെ, അപ്പം കടൽക്കാരെന്ന് വെച്ചാൽ കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണ് ഏത് സമയം? പകൽ സമയം. കരക്കാരെന്ന് വെച്ചാൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുകയാണ് രാത്രി. അതുപോലെ പർവ്വതക്കാറ്റ് രാത്രി സമയത്താണ് പർവ്വതങ്ങളിൽ നിന്നും താഴ്വരകളിലേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. താഴ്വരക്കാരെന്ന് വെച്ചാൽ താഴ്വരകളിൽ നിന്നും പർവ്വതങ്ങളിലേക്ക് വീശുന്ന കാറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൃഷ്ണാനദി. കൃഷ്ണാനദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? എന്താണ്? അറ്റോൾ എന്നാണ്. അറ്റോൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? അറ്റോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ഏതാണ്? ബാബർ. ബാബർ എന്ന് വെച്ചാൽ എന്താണ്? താഴ്ന്ന ഭാഗത്താണ് അല്ലേ? ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖലയാണ് ബാബർ എന്ന് പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അതായത് ആ ഒരു ഭാഗത്ത് എന്താണ്? അരുവികളൊക്കെ അപ്രത്യക്ഷമാകുന്ന ഭാഗമാണ് അല്ലേ? ബാബർ ടെറായി എന്ന് പറയുന്നത് ഒരു SCERT ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ? പർവ്വതങ്ങളിൽ നിന്നും വരുന്ന അരുവികൾ ഇങ്ങനെ ഒഴുകുമ്പോൾ ഇവിടെ നിറയെ എന്താണ് കല്ലൊക്കെ കിടക്കുന്നത് അല്ലേ? അപ്പം അതിനടിയിലായിട്ടാണ് അരുവികൾ ഒഴുകുന്നത്. പിന്നെ ഇപ്പുറത്ത് വരാണെന്നുണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? മുകളിലേക്ക് വരുന്നത്. ഒക്കെ നമ്മൾ SCERT കണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നീലഗിരി. 2023 55ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2023 55ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മോഹൻലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. നീതി ആയോഗ് സ്ഥാപിച്ചതെന്നാണ്? നീതി ആയോഗ് സ്ഥാപിച്ചതെന്നാണ് 2015 ജനുവരി 1 അല്ലേ? ഏപ്രിൽ 1 ജനുവരി 1. ഇനി ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതാണ് നമുക്ക് തെറ്റായിട്ട് വന്നത്. നമുക്ക് ഓപ്ഷനിൽ ആ കൂടി ഒരെണ്ണം മാത്രമേ തെറ്റായിട്ട് കിടക്കുന്നുള്ളൂ അല്ലേ? ഓരോ ഓപ്ഷനല്ലേ, 1 അല്ലെങ്കിൽ 2, 3. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. നോക്കാം നമുക്ക്. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിലെ ചെയർമാനാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ഉപാധ്യക്ഷനൊക്കെ നിയമിക്കുന്നത് അല്ലേ? ആസൂത്രണ കമ്മീഷന് പകരമായതാണ് നീതി ആയോഗ് അല്ലേ? ആസൂത്രണ കമ്മീഷനാണ് ആദ്യം വന്നത്. ആസൂത്രണ കമ്മീഷൻ എന്നായിരുന്നു? 1950 മാർച്ച് 15 അല്ലേ? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത്. അതിനൊരു പകരമാണ് നീതി ആയോഗ് 2015 ജനുവരി 1 വന്നത്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യമാണ് അല്ലേ? സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യമാണെന്ന് പറയുന്നതും ശരിയാണ്.
അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് അവിടെ ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നവരത്ന, മിനി രത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവരത്ന, മിനി രത്ന. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991. അതുപോലെ സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യവസായ മേഖല. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യവസായ മേഖല. അപ്പോൾ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് വെച്ചാൽ പൊതുമേഖലാ സംരംഭങ്ങളെ അല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖലാ സംരംഭങ്ങളെ അവയുടെ പ്രകടനം, വരുമാനം, ലാഭം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? മഹാരത്ന, നവരത്ന, അതുപോലെ മിനിരത്ന എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവരുടെ ലാഭം, അതുപോലെ പ്രകടനം, വരുമാനം, അറ്റാദായം എന്നിവയൊക്കെ നോക്കിയിട്ട് ഈ 3ആയിട്ട് തരംതിരിച്ചേക്കാണ് ഈ പൊതുമേഖലാ സംരംഭങ്ങളെ മിനിരത്ന, മഹാരത്ന, നവരത്ന എന്നിങ്ങനെ ആക്കിയിട്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രകടനവും വളർച്ചയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മഹാരത്ന, നവരത്ന അല്ലെങ്കിൽ മിനി രത്ന പദവി നൽകുന്നത്. അപ്പോൾ ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മഹാരത്ന, നവരത്ന, മിനിരത്ന പദവികൾ നൽകുന്നതിന് സർക്കാർ കുറേ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കുറച്ച് 3 വർഷത്തിനുള്ളിൽ ഇത്ര വാർഷിക വിറ്റുവരവ് വേണം, അതുപോലെ തന്നെ ശരാശരി വാർഷിക ആസ്തി ഇങ്ങനെ വേണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1991 സാമ്പത്തിക പരിഷ്കരണത്തിലാണ്, സ്വകാര്യവൽക്കരണത്തിലാണ്, അതുപോലെ തന്നെ ഇന്ത്യൻ വ്യവസായ മേഖലയും കൂടിയാണ് അല്ലേ. ഇത് 3 എന്താണ്? ഈ നവരത്ന, മിനിരത്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്. സെബി സ്ഥാപിതമായത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1988 ഏപ്രിൽ 12 സെബി സ്ഥാപിതമായത്. 1988 ഏപ്രിൽ 12. ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന പരമോന്നത സ്ഥാപനമാണ് സെബി. അപ്പോൾ സെബി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന പരമോന്നത സ്ഥാപനമാണ് സെബി. 1992 ആക്ട് പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. 1988 ഏപ്രിൽ 12 സ്ഥാപിതമായത്. 1992 സെബി ആക്ട് പ്രകാരം നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ഓഹരി വിപണിയിലെ തട്ടിപ്പുകൾ തടയുകയും ചെയ്യുന്നു. ഓക്കെ, സെബി എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? ഓഹരി വിപണികളെ അല്ലേ, ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. 1988 ഏപ്രിൽ 12 നിലവിൽ വന്നത്. 1992 സെബി ആക്ട് പ്രകാരം നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ഓഹരി വിപണിയിലെ തട്ടിപ്പുകൾ തടയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിതവിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? നോമൻ ബോർലോഗ്. ശരിയാണ് അല്ലേ. ഹരിതവിപ്ലവവുമായി ബന്ധമുള്ളതാണ് നോമൻ ബോർലോഗ് അല്ലേ. ഹരിതവിപ്ലവത്തിന് പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നോമൻ ബോർലോഗാണ്. ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. വില്യം ഗൗഡാണ് ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. ഡോക്ടർ രാജാറാം ഇതിൽ വരുന്നില്ല. ബന്ധമില്ലാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4.4%. 4.4%. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായത്? കിരീടം നേടിയത് ഇന്ത്യയാണ്. ശരിയാണല്ലോ. ശരിയാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ശരിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാഡിസൺ കാപ്പ് നേടി. അതും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയാണ്. അപ്പം പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എത്രയാണ്? 12 ടീമുകളാണ് ഉണ്ടായിരുന്നത്. 2025 ICC വനിതാ ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 12. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാഡിസൺ കാപ്പ് നേടി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 26 ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26 നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയിലൂടെയാണ് 10 മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. എന്നാൽ 11ാമത്തെ മൗലിക കടമ എന്താ പറയുന്നത്? 2022 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത്. അതായത് 6-നും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്ന ഇതിലാണ് പാർട്ട് 4A 51 മൗലിക ചുമതലകളിലാണ് 11ാമത്തെ മൗലിക ചുമതലയായി കൂട്ടിച്ചേർത്തത് ഏതാണ് എന്നാണ് 2002 86ാം ഭേദഗതിയിലൂടെയാണ്. എന്നാൽ 10 മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 42ാം ഭേദഗതിയിലൂടെയാണ്. 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തതെന്നാണ് 2002 86ാം ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വകുപ്പ് 324. നെക്സ്റ്റ്, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 വർഷം. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് മേത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ശരിയാണോ? ശരിയാണല്ലേ? ശരിയാണ്. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ 324 ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 324 അപ്പോൾ ആർട്ടിക്കിൾ 324 പ്രകാരം സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്നു, അതുപോലെ തന്നെ നിയമിക്കുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക അല്ലേ? പറയുന്നുണ്ട് അല്ലേ? ഇലക്ഷൻ കമ്മീഷനിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകലും തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരംഭിച്ച 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951 മുതൽ 56 വരെയായിരുന്നു അല്ലേ 1ാം പഞ്ചവത്സര പദ്ധതി? ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്കുവഹിച്ചത് ഡോക്ടർ KN രാജ് ആയിരുന്നു അല്ലേ? KN രാജാണ് 1ാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. അതും ശരിയാണ്. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എല്ലാം ശരിയാണ്. 1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഡോക്ടർ KN രാജ് ആണ് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ്.
തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ശരിയാണ്. കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. ശരിയാണോ? ശരിയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. 2008 ഓഗസ്റ്റ് 11-നാണ്. അതും ശരിയാണ്. ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആരാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, സ്പീക്കർ, ഗവർണർ. ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രാഷ്ട്രപതിയാണ് UPSC ചെയർമാനെ നിയമിക്കുന്നത്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. വൈഡൽ ടെസ്റ്റ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നതിൽ എലിസ ടെസ്റ്റ്, അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നോവ ടെസ്റ്റ്, സോർട്ട് ടെസ്റ്റ് എന്നിവയൊക്കെ എന്താണ്? ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? എയ്ഡ്സ് ആണ് അല്ലേ? എയ്ഡ്സ് നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളാണ് നേവ, എലിസ, വെസ്റ്റേൺ ബ്ലോട്ട്, അതുപോലെ തന്നെ സോർട്ട് ടെസ്റ്റ്. മാൻഡെക്സ് ടെസ്റ്റ് എന്തിനാണ്? ക്ഷയരോഗ നിർണ്ണയത്തിനാണ് മാൻഡെക്സ് ടെസ്റ്റ്, ട്യൂബർക്കുലിനൊക്കെ അല്ലേ. ഇനി എലിസ ടെസ്റ്റും നേവ ടെസ്റ്റും വെസ്റ്റേൺ ടെസ്റ്റും ഒക്കെ എന്താണ്? സൗത്തേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് എയ്ഡ്സ് രോഗനിർണ്ണയ ടെസ്റ്റാണ്. ടൈഫോയിഡ് രോഗനിർണ്ണയത്തിനാണ് വൈഡൽ ടെസ്റ്റ്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ്? ഏതാണ്? ഹീമോഫീലിയ. ആൻസർ ഓപ്ഷൻ ബി ഹീമോഫീലിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ചാൽ എന്താണ്? സിക്കിൾ സെൽ അനീമിയ ഏതാണ്? ക്രോമസോം 11 തകരാറുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അരിവാൾ പോലെ ആകുന്നത് അല്ലേ? അരിവാളിൻ്റെ ആകൃതിയിലാകുന്ന കോശങ്ങൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. നെക്സ്റ്റ്. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്, ടിബിയ, ഹ്യൂമറസ്, ഫീമർ. ഇതാണ് ഓപ്ഷൻ ഡി ആണ്. ഫീമർ ആണ് നീളം കൂടിയ അസ്ഥി. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? സിറോസിസ് ആണ് അല്ലേ? സിറോസിസ് ആണ് കരൾ സംബന്ധമായ രോഗം. ഇറ്റായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏത്? ഇത്തായ് ഏതാണ്? മെർക്കുറി, ലെഡാണ് വരുന്നത്. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. കാഡ്മിയം ആണ്. ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ്? കാഡ്മിയം. കാഡ്മിയം. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങളല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ശരിയാണോ? നമുക്ക് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ് അല്ലേ? കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. ശരിയാണ്. ഇവ അനുദൈർഘ്യ തരംഗങ്ങളാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. ഇവയ്ക്ക് ഭാരമില്ല, ഊർജ്ജവും ആക്കവും മാത്രമേ ഉള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾക്ക് ഭാരമില്ല, ഊർജ്ജവും ആക്കവും മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്. ഗുണങ്ങളല്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ് വന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഏതാണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അനുദൈർഘ്യ തരംഗങ്ങളല്ല, അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. അനുപ്രസ്ഥ തരംഗമാണ്. ഇവയ്ക്ക് ഭാരമില്ല, ഊർജ്ജവും ആക്കവും മാത്രമേ ഉള്ളൂ. ഇനി മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത് എന്ത് കാരണമാണ് മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്? ഏതാണ്? പ്രകാശ പ്രതിഫലനമാണോ? പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ഡിഫ്രാക്ഷൻ, വിസരണം. ഇതിലേതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണം ജിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും ജിയുടെ മൂല്യം ഒരുപോലെയായിരിക്കും. ശരിയാണോ? തെറ്റാണ് അല്ലേ? ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും.
ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും. ശരിയാണോ? ശരിയാണ്. ജിയുടെ മൂല്യം കൂടുതലാണ് അല്ലേ? ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം കൂടുതലാണ്. ഉയരം കൂടുമ്പോൾ ജി വർദ്ധിക്കുന്നു. ഉയരം കൂടുമ്പോൾ ജി വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അത് തെറ്റാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. അത് ശരിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ട് വന്നത്. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം കൂടുതലാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിയുടെ മൂല്യം കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. EOS 9 ആണ്. EOS 9. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 2 രൂപാന്തരങ്ങളുണ്ട് അല്ലേ? ക്രിസ്റ്റലീയം ഉണ്ട്, അതുപോലെ തന്നെ നോൺ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളുണ്ട്. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് വെച്ചാൽ ഒരു ആകൃതി ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേതാണ് വരുന്നത്? ആൻസർ ഏതാ വരുന്നത്? വജ്രം എന്ന് പറയുന്നതാണ് കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ്. പിന്നെ ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, അതുപോലെ ഗ്രഫീൻ എന്ന് പറയുന്നത് എന്താണ്? കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ. ഇനി അമോർഫസ് രൂപാന്തരങ്ങൾ. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളുണ്ട്, അമോർഫസ് രൂപാന്തരങ്ങളുണ്ട്. അമോർഫസ് രൂപാന്തരങ്ങൾ എന്ന് വെച്ചാൽ അതായത് കാർബണിനെ 2 രൂപാന്തരങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളുണ്ട്, അതുപോലെ തന്നെ അമോർഫസ് രൂപാന്തരങ്ങളുണ്ട്. അമോർഫസ് രൂപാന്തരങ്ങളുണ്ട്. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് വെച്ചാൽ കറക്റ്റ് ആകൃതി ഉണ്ടായിരിക്കും. അമോർഫസ് രൂപാന്തരങ്ങൾക്ക് എക്സാമ്പിളാണ് കോക്ക്, ചാർക്കോള്, അതുപോലെ തന്നെ വിളക്ക് കരി, കൽക്കരി എന്നിവയൊക്കെ എന്താണ്? അമോർഫസ് രൂപാന്തരങ്ങളാണ്. അപ്പോൾ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ എന്നിവ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ട് 1, 4 ആണ്. ഓപ്ഷൻ ഡി ആണ്. 1, 4 മാത്രം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? ആസിഡ് ലോഹവുമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും രൂപപ്പെടുന്നുണ്ടായിരിക്കുക? എന്താണ് രൂപപ്പെടുക? നോക്കിയേ. ഒരു ആസിഡ്, ഇപ്പം സിങ്ക് എന്ന് പറയുന്ന ഒരു ലോഹം എടുക്കുക, ഒരു ആസിഡുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായത്? ഏതാണ് ഉണ്ടായത്? ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഹൈഡ്രജൻ ആണ് അവിടെ രൂപപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം എന്ന് വെച്ചാൽ എന്താണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ബോയിൽ എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ വോള്യം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും മർദ്ദത്തിന് അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ഏതാ നോക്കിയോക്കേ? അതെ, ഓപ്ഷൻ എ വരുന്നുണ്ട്. നോക്കിയേ, 1 വരുന്നത് എന്താണ്? വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/p ആണ്. അപ്പോൾ അത് ശരിയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാം P1 V1 is equal to P2 V2 എന്ന് പറയാം അല്ലേ? P1 V1 is equal to P2 V2. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ്. അതായത് നമുക്ക് ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറാണ് സ്ഥിരം, അതായത് താപനിലയാണ് സ്ഥിരമായിരിക്കുമ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ P1 V1 is equal to P2 V2 എന്നും എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ സ്ഥിര താപനിലയിൽ V പ്രൊപ്പോർഷണൽ ടു ടി അല്ലേ? V പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയുന്നത് ഏതാണ്? ചാൾസ് നിയമമാണ് അല്ലേ? ചാൾസ് നിയമത്തിൽ എന്താ പറയുന്നത്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? V1 T1 is equal to V2 T2 എന്നും എഴുതാൻ പറ്റും. V1 T1 is equal to V2 T2 എന്നും എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2025. മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. അടൂർ ഗോപാലകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ്. മേജർ ധ്യാൻചന്ദ്. ഹാ വിജുഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കന്നിക്കൊയ്ത്ത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ശങ്കരാചാര്യർ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആരാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. നെക്സ്റ്റ് വരുന്നത് മാത്സ് ആണ്. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പറും ഓപ്ഷനും മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ, അത് ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51 6√5 2√5 ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് 60. 52 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 2. 53 2 ഗോളങ്ങളുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണാനാണ്. ഓപ്ഷൻ ബി ആണ് 5:6. 54 ആൻസർ വരുന്നത് 3 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൻ്റെ വ്യാപ്തം എത്രയാണ്? 27. 24 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകൻ്റെയും ശരാശരി വയസ്സ് 15 ആണ്. അധ്യാപകനെ ഒഴിവാക്കിയാൽ 14 ആവും ശരാശരിയെങ്കിൽ അധ്യാപകൻ്റെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 39. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. 5 വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സിൻ്റെ തുക 66 ആവുമെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 14. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 91. 58 ആൻസർ വരുന്നത് ഓപ്ഷൻ സി 52. 59 ആൻസർ ഓപ്ഷൻ സി 1344. 60 ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ് ബൈ യൂസിങ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹി ഹാസ് ഗീവൺ മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഐ ഹാവ് ബീൻ ഗീവൺ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ബൈ ഹിം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ് എൻട്രപ്രണർ. കംപ്ലീറ്റ് ദ ഫോളോയിങ്. നെയ്തർ മൈ ഫ്രണ്ട് നോർ മൈ വെൽ വിഷേഴ്സ്. ആൻസർ ഓപ്ഷൻ എ have sent me pleasantries. Which of the following sentence is correct? Answer option C. He is elder to Raju. The word yomb means. Answer option A ആണ് to march laboriously. The foreign term തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണ് pleasure from another's misfortune. Next question. The synonym for the word perseverance is. Answer option B ആണ് doggedness. Complete the following. Drive slowly lest. Answer option D. You should meet with accidents. Donkey's ears means option C. A long period of time. Next. I am not a skeptic. Answer option B. Am I? മലയാളമാണ്. മെറ്റാമോർഫോസിസ് എന്ന പദത്തിൽ നൽകാവുന്ന മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ സി രൂപാന്തരീകരണം. അഹോരാത്രം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് അഹസ് പ്ലസ് രാത്രം. ഇനി ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി വൈശിഷ്ട്യം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി ദുർഗ്രഹം. കൽപ്പിരം എന്ന പദത്തിൻ്റെ വിപരീതം. ആൻസർ ഓപ്ഷൻ ബി ആണ് വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? ആൻസർ ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം. ബുദ്ധി എന്ന വാക്കിനെ പര്യായ പദമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി വ്രീഹി. കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? ആൻസർ ഓപ്ഷൻ സി ആണ് കിട്ടാതെയായി. പുല്ലിംഗമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സൂര്യൻ. ശൈലി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് സ്വർഗത്തിലെ കട്ടുറുമ്പ്. ഇനി ബിറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളും അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളും വരുന്ന ഒരു ഭാഗമാണ്. നോക്കാം. വനങ്ങൾ കാലാവസ്ഥാ മാറ്റം ശമിപ്പിക്കുന്നതിൽ നിർണായകമാണ്. ഇത് പ്രധാനമായും ഏത് ഘടകത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി കാർബൺ ശേഖരണം. പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണം ഏത്? ആൻസർ ഓപ്ഷൻ സി ദീർഘകാല ഭൂതാത്യ ചരിത്രവും എൻഡമിസവും. ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപ്പൊഴിയും വനം നിർവചിക്കാൻ ആവശ്യമായ മാനദണ്ഡം. ആൻസർ ഓപ്ഷൻ ബി വാർഷിക മഴയും പച്ചപ്പും. സൈറ്റ്സിൻ്റെ പ്രധാന ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി അന്തർദേശീയ വന്യജീവി വ്യാപാരം നിയന്ത്രിക്കൽ. ഇൻസിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ സി ദേശീയ ഉദ്യാനം. FSI ഫോറസ്റ്റ് കവർ ആൻഡ് ട്രീ കവർ വേർതിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ഭൂവിഭാഗവും കാനോപ്പി ഡെൻസിറ്റിയും. പശ്ചിമഘട്ടത്തിൽ എൻഡമിസം കൂടുതലുള്ള കാരണം. ആൻസർ ഓപ്ഷൻ ബി ഭൂതാത്വ വേർതിരിവുകളും മൈക്രോ ക്ലൈമറ്റുകളും. സംരക്ഷിത വനം സംവരണ വനം വ്യത്യാസം. ആൻസർ ഓപ്ഷൻ സി സംവരണ വനത്തിൽ പൊതുജനാവകാശങ്ങൾ നിരോധിച്ചിരിക്കുന്നു. IUCN ദുർബലമായി പ്രഖ്യാപിക്കാനുള്ള ഘടകം. ആൻസർ ഓപ്ഷൻ ബി വാസസ്ഥല വിസ്തൃതി കുറവ്. പ്രൊജക്റ്റ് ടൈഗർ വിജയത്തിനുള്ള ഘടകം. ആൻസർ ഓപ്ഷൻ ബി കോറിഡോർ കണക്ടിവിറ്റിയും ഇര അടിസ്ഥാന സംരക്ഷണം. വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി കാർബൺ ശേഖരണം മണ്ണു സംരക്ഷണം. ഷോല ഗ്രാസ്ലാൻഡ് കാലാവസ്ഥാ മാറ്റത്തിന് സങ്കീർണം. ആൻസർ ഓപ്ഷൻ ബി ഉയർന്ന പ്രദേശ സ്പെഷ്യലൈസ്ഡ് സ്പീഷീസുകൾക്ക്. ട്രാഫിക് പ്രവർത്തനം. ആൻസർ ഓപ്ഷൻ സി വന്യജീവി വ്യാപാര നിരീക്ഷണം. ബയോസ്ഫിയർ റിസർവ് തത്വം. ആൻസർ ഓപ്ഷൻ ബി മേഖലാടിസ്ഥാനത്തിലുള്ള സംരക്ഷണവും വികസനവും. വനസംരക്ഷണ നിയമം 1980 ലക്ഷ്യം. ഓപ്ഷൻ ബി വനഭൂമി ഉപഭോഗ മാറ്റ നിയന്ത്രണം.
എൻഡമിക് സ്പീഷീസുകൾ സംരക്ഷണ കാരണം ആൻസർ ഓപ്ഷൻ ബി വംശനാശ സാധ്യത കൂടുതലാണ്. വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തൽ അടിസ്ഥാനമാക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി വംശനാശ സാധ്യത അത് തന്നെയാണ് ഓപ്ഷൻ വംശനാശ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വെല്ലുവിളി കാരണം ആൻസർ ഓപ്ഷൻ ബി ഗ്രേസ് ലാൻഡ് മാറ്റം വേഗത്തിൽ. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് വ്യക്തിത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി മോഷ്ടിക്കൽ. താഴെ പറയുന്ന ഏത് പ്രവൃത്തിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 67ക്കും 67B ബാധകമാവുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉൾപ്പെടുത്തി അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എത്രയുമാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.